പ്രിയമുള്ള പ്രേക്ഷകരെ, സുനഭയോഗത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് യോഗകാരകനായി ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ സുനഭയോഗ കർത്താവായി ശനി നിൽക്കുമ്പോഴുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ശുഭഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ ആരായാലും ഈ 5 ഗ്രഹങ്ങൾ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി വന്നാൽ ഓരോ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ്റെ യോഗകാരകനായി 2-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ വളരെ നല്ല ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശനി ചന്ദ്രൻ്റെ 2-ാം ഭാവമായി തുലാത്തിൽ വന്നാലോ, മകരത്തിലോ കുംഭത്തിലോ വന്നാലോ, അല്ലെങ്കിൽ ധനുവിലോ മീനത്തിലോ വന്നാലും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എന്താണ് ശനിയുടെ സുനഭയോഗ ഫലമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പരവിഭവ പരിച്ഛദോപഭോക്ത രവിധനിയെ ബഹുകാര്യകൃത് ഗണേശ എന്നാണ് ശനി സുനഭയോഗ കർത്താവായുള്ള ഫലം പറഞ്ഞിരിക്കുന്നത്. പരവിഭവ പരിച്ഛദ ഉപഭോക്ത, അന്യൻ സമ്പാദിച്ച ഐശ്വര്യങ്ങളും വിഭവങ്ങളും വാഹനങ്ങളും ഒക്കെ തന്നെ അനുഭവിക്കാൻ യോഗമുണ്ടാകും സുനഭയോഗ കർത്താവിന്. എപ്രകാരമാണെന്ന് വെച്ചാൽ, തൻ്റെ ആ സുനഭയോഗ കർത്തൃത്വം വഹിക്കുന്ന ശനി ഭൃത്യരെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ അന്യർ സമർപ്പിക്കുന്നു, താൻ പദവിയിലിരിക്കുമ്പോൾ അന്യർ സമർപ്പിക്കുന്ന കാശ്, ധനം, ആഡംബരം, വാഹനം, സുഖഭോഗങ്ങൾ ഇതൊക്കെ തന്നെ തനിക്ക് അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകുന്നു. ബഹുകാര്യകൃത്ത്, അദ്ദേഹം ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷേ ശനി നിർബന്ധമായും വളരെ നല്ല ക്ഷേത്രത്തിലായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മകരകുംഭത്തിൽ, ധനുമീനം, തുലാം രാശിയിലാണെങ്കിൽ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. മറിച്ച് ആ ശനി ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ മേടൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ, നീചരാശിയിൽ മേടൻ രാശിയിൽ നിൽക്കുകയാണെങ്കിലോ, കർക്കിടകത്തിലോ ചിങ്ങൻ രാശിയിലോ നിൽക്കുകയാണെങ്കിലോ ഒരു ഫലവും വിശേഷിച്ച് ചെയ്യുകയില്ല. ഫലം പറഞ്ഞു തീർന്നില്ല. ഗണേശ ഗണാനാമീശ, ധാരാളം ആളുകളുടെ ലീഡർഷിപ്പ് ആ ശനി ലഭിക്കുന്നതാണ്. പലപ്പോഴും നാം കാണും ചില രാഷ്ട്രീയ നേതാക്കൾ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സ്വന്തം ആളുകളായി പ്രസംഗിച്ച് അവരുടെ നേതൃത്വത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നേടുന്നത്, വിജയം കൈവരിക്കുന്നത് നാം കാണും. ജനകീയനായ എത്രയോ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രവർത്തകർക്കൊക്കെ തന്നെ ഈ സുനഭയോഗം ചന്ദ്രൻ്റെ 2-ൽ ശനിയാണെങ്കിൽ അത് നന്നായി അനുഭവിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജാതകം നിരീക്ഷിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ചന്ദ്രാൽ 2-ലെ ശനി അനുകൂലമായി സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.